അന്ന് മകന്റെ കാര്യം പറഞ്ഞപ്പോ തിരുമേനി സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ മാഡം? മകനും ആ കുട്ടിയുമായി ലക്ഷണമൊത്ത പൊരുത്തം കാണുന്നല്ലേ? ഒരു കണക്കും നോക്കാതെ അന്ന് തിരുമേനി പറഞ്ഞത് അധികം വൈകാതെ മകൻ ആ കുട്ടിയുമായി അച്ഛനമ്മമാരെ വന്ന് കാണുന്നല്ലേ? ശരിയാ. പക്ഷെ ആ ബന്ധം മുന്നോട്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും പരിഹാരം ബ്രഹ്മദത്തൻ തിരുമേനി കണ്ടെത്തുമെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അല്ല മാഡം, മോനെയും മരുമോളെയും തമ്മിൽ അകറ്റാനാണെങ്കിൽ വലിയ തിരുമേനിയെ കണ്ടിട്ട് കാര്യമില്ല. അദ്ദേഹം നേരല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. ഇല്ല, എന്റെ വിഷമം അദ്ദേഹത്തിന് മനസ്സിലാവും. എനിക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യുകയും ചെയ്യും. അദ്ദേഹം ആദ്യം രണ്ടുപേരുടെയും ജാതകം പരിശോധിക്കും. അത് രണ്ടും ചേരേണ്ട ജാതകമാണെങ്കിൽ അദ്ദേഹം പിരിക്കാൻ നോക്കില്ല മാഡം. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തായാലും തിരുമേനി വരുന്നതുവരെ കാക്കണം. അത് ഒട്ടും താമസിക്കാൻ പാടില്ല. അതുകൊണ്ടാ. അങ്ങയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. മേഡത്തിന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചോളാം. ഇനി ഒരാശ്രയം മറ്റെങ്ങുമില്ല. എത്ര ലക്ഷം ചിലവായാലും അവളെ അകറ്റണം എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന്. മാഡം ഇപ്പൊ പൊക്കോളൂ, ഞാൻ വിളിക്കാം. ശരി. എന്താ ഇങ്ങനെ നോക്കുന്നേ? സന്തോഷം കൊണ്ടാടി. നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെയൊന്ന് കാണാൻ ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുക. ചേച്ചി, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. ഇതിലെന്താ ഇത്ര അത്ഭുതപ്പെടാൻ? എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് വന്നൂടെ? അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭാര്യയും ഭർത്താവും ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാത്തിനും അതിന്റേതായ സമയമല്ലേ ദാസ? ഇല്ലമ്മേ, മോളും മരുമോനും വന്നിട്ട് മുറ്റത്ത് നിർത്തിയാണോ സംസാരിക്കുന്നേ? ഓ, ഇവരിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിന്റെ ഒരു കാര്യം. വാ മോനെ, കേറി വാ. ഹലോ, ഇങ്ങോട്ട് വാ. വല്ലതും കുടിക്കാനെടുത്ത? ഓ ശരി, ചെല്ല്. കൃഷ്ണായ സുദേവായ ഹരപരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം വസുദേവായ നമഃ. ഓം വസുദേവായ. അച്ഛാ, ദേവീച്ചിയും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. അച്ഛന്റെ പ്രാർത്ഥന കഴിഞ്ഞില്ല, ഇപ്പൊ വരാൻ മോളെ. ശരി അച്ഛാ. അമ്മേ. കൃഷ്ണായ സുദേവായ ഹരപരമാത്മനെ ഓം വസുദേവായ. കഴിക്കും മോനെ. വെറുതെയാ വന്നാന്ന് പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വെറുതെ അല്ലമ്മേ, കാര്യണ്ട്. ശരിക്കും ഞങ്ങളോട് അമ്പലത്തിൽ പോയി തൊഴുതു വരാൻ പറഞ്ഞത് രജനീച്ചിയാ.
പിന്നെ അച്ഛനോട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതുമല്ല, അച്ഛന്റെ മനസ്സൊക്കെ മാറി സന്തോഷമുള്ള അവസ്ഥയിലല്ലേ. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി വന്നേക്കണമെന്ന് പറഞ്ഞത് രജനി ചേച്ചിയാ. എന്തായാലും എന്റെ മോൾക്കും അത് തോന്നിയല്ലോ. സത്യമായും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാ നിങ്ങളൊന്ന് വന്ന് അച്ഛനെ കണ്ടിരുന്നെങ്കിലെന്ന്. ദേവിയെ കൊണ്ടുവരാൻ തോന്നിയതിന് നന്ദിയുണ്ട് മോനെ. നന്ദിയോ? അപ്പൊ എന്നെ വേറൊരാളായിട്ടാണ് കരുതിയേ? അല്ല, ഒരു പെണ്ണിന് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ചെയ്യണമെങ്കില് ഭർത്താവ് സമ്മതിച്ചാലല്ലേ പറ്റൂ. അമ്മേ, അതൊക്കെ പണ്ടമ്മേ. ഇപ്പൊ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ തുല്യരാ. ഹലോ ഹലോ, സാറിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. മോളെ, അച്ഛൻ വന്നില്ലേ? അച്ഛന്റെ പ്രാർത്ഥന കഴിഞ്ഞില്ല, ഇപ്പൊ വരും. ആ ആ ശരി, നിന്റെ ജോലിയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല. കമ്പനിയിലെ കഴിഞ്ഞ ലിസ്റ്റില് നിന്റെ പേര് ഞാൻ എഴുതിയതാ. ഞാൻ അറിഞ്ഞു നന്ദേട്ടാ. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പേര് പ്രഭാന്റി വെട്ടിയല്ലേ. ഉം. സാരമില്ല, ആദ്യം ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അച്ഛൻ പറയുന്നത് പഠിത്തം പൂർത്തിയാക്കാനാ. അച്ഛൻ അച്ഛാ. മോളെ സുഖല്ലേ? അതെ. എവിടെ നിന്റെ ഭർത്താവ്? വാ. മാധവേട്ട, ഇതാ ഈ നിൽക്കുന്നതാ ദേവിമോളെ വിവാഹം കഴിച്ച ആള്. മോനെ, ഈ പെൺകുട്ടി അമ്പലത്തിനകത്തങ്ങ് നിപ്പുണ്ടോ? കണ്ടായിരുന്നോ? ഇതാ അത് മുരളീട്ടന്റെ കൂട്ടുകാരനാ. ആ മോളെ, എനിക്ക് ആ MLA മോനെ ഒന്ന് കാണണം. ചതിയനല്ലേ അവൻ? എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അവനോടൊന്ന് ചോദിക്കണം. ഇത് മുരളിയുടെ കൂട്ടുകാരനല്ലേ? അച്ഛാ, അമ്മ പറഞ്ഞിരുന്നില്ലേ മുരളിയേട്ടനല്ല ചേച്ചിയെ വിവാഹം കഴിച്ചതെന്ന്? ആ അത് പറഞ്ഞു. പക്ഷെ ഈ പയ്യൻ ഇത് ചന്ദ്രത്തെ സിദ്ധാർത്ഥൻ സാറിന്റെ മകനാ, നന്ദൻ. നീയാണോ MLA മോൻ? ഇത് ഓട്ടോക്കാരനാ. ഇവനാ തന്റെ മോളെ വിവാഹം കഴിച്ചത്. അച്ഛാ, ഞാൻ കോളേജിൽ വെച്ച് ഇഷ്ടപ്പെട്ടതും വിവാഹം ചെയ്തതും നന്ദുവിനെയാ. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല. അതിനൊക്കെ കാരണക്കാരനായത് ഈ അച്ഛനല്ലേ മോള്? കഥകൾ പലതും ഇപ്പോഴും എനിക്ക് ബോധ്യമായിട്ടില്ല. പക്ഷേ എൻ്റെ മക്കൾ പറഞ്ഞതിനപ്പുറം ഈ അച്ഛനിനി ഒന്നുമില്ല. എൻ്റെ ദേവിക മോള് ഒരു പാവം കുട്ടിയാ. ഇവളെ സങ്കടപ്പെടുത്താതെ നോക്കണം മോനെ. ദേവി പറഞ്ഞു, ഇപ്പോഴത്തെ അച്ഛനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം. ഞാനും ദേവിയുടെ അച്ഛനോട് മുഷിഞ്ഞിട്ടുണ്ട്. സാഹചര്യം അതായതുകൊണ്ടാ. ഇനിയിപ്പോ പഴയതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം മോനെ. ഏയ്, എന്താ അങ്കിളേ ഇത്?
ഭാർഗവേ, എന്താ നിനക്കിവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോണമെന്നുണ്ടോ? കുഞ്ഞ് മറ്റെവിടെയെങ്കിലും ജോലിക്ക് പോണോന്ന് തോന്നുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഇതുവരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞാ നീ പോവോ? പറഞ്ഞാ പോയല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞാലും നീ പോവില്ല, പോകാൻ പാടില്ല. ജോലിക്കാരിയോടുള്ള ഒരു ബന്ധമല്ല എനിക്ക് നിന്നോട്. നിനക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാ തല്ലിയത്. അത് നീ അങ്ങ് മറന്നേക്ക്. കുഞ്ഞു തല്ലിയത് ഓർമ്മിച്ചാലല്ലേ മറക്കാൻ പറ്റൂ. എന്റെ മേലിൽ ആർക്കെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ അത് പ്രഭക്കുഞ്ഞിന് മാത്രാ. വീട്ടിലമ്മ എന്ത് ചെയ്യാ? എന്താ കുഞ്ഞ്? ദേവിക എന്ത് ചെയ്യാന്ന്? അവരിവിടെ ഇല്ല. എവിടെ പോയി? അമ്പലത്തിലേക്കാന്നാ തോന്നണേ. അല്ല, ഉറപ്പില്ല. പ്രാർത്ഥിക്കട്ടെ, എല്ലാ ദൈവങ്ങളെയും കണ്ട് പ്രാർത്ഥിക്കട്ടെ. പക്ഷെ ഞാൻ വിചാരിക്കാതെ അവൾക്ക് ശാന്തി കിട്ടാൻ പോകുന്നില്ല. എന്റെ നന്ദന് ചേരുന്ന പെണ്ണ് ആരാന്നാ നീ പറഞ്ഞത്? അത് പറഞ്ഞോ? ഇപ്പോഴും നിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. കുഞ്ഞിന്റെ ആഗ്രഹത്തിനപ്പുറം ഇവിടെ വേറെന്താ ഉള്ളത്? ഇപ്പോഴും ആ പേര് പറഞ്ഞില്ല. മീരമോള്. രജനി എവിടെ? മുകളിലുണ്ട്, നന്ദമോന്റെ മുറിയില്. ഭഗവാനെ, ഇനി ഈ വീട്ടിൽ അടുത്ത ബഹളം തുടങ്ങുമല്ലോ. എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തായി ചെയ്യുന്നേന്ന്? ആർക്കും മനസ്സിലാവുന്ന കാര്യം ഞാൻ ചെയ്യുന്നത്. അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ടെന്നറിയാം. എന്റെ അമ്മേ, ഞാൻ ഈ ബെഡ്റൂം അലങ്കരിക്കുക. നമ്മുടെ കുടുംബത്തിലൊരു വിവാഹം നടന്നു. എന്റെ അനിയൻ നന്ദന്റെ ആദ്യത്തെ ദിവസം അലങ്കരിച്ച് ഭംഗിയാക്കിയ മുറിയിൽ വേണം വധുവരന്മാർ കഴിയാൻ. അത് നാട്ടു നടപ്പാ. മണിയറ ഒരുക്കം. മണിയറയോ? എന്തിന്? ഈ മുറിയെ അവളുടെ തടവറയാ. കുറച്ച് നിമിഷങ്ങളുടെ ആയുസ് മാത്രമുള്ള തടവറയാ നീ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നെ. പുതുപ്പെണ്ണിനെ വിളക്കെടുത്ത് സ്വീകരിച്ച നിന്റെ മനസ്സിന്റെ പുണ്യം ഞാൻ അറിഞ്ഞു. എന്റെ അനിയന്റെ ഭാര്യയെ ഈ വീട്ടിലേക്ക് കയറ്റേണ്ടത് അങ്ങനെ തന്നെയല്ലേ? അതെ, ആ സ്വീകരണം ഗംഭീരമായെന്ന് പറഞ്ഞതാ. അമ്മ ചെല്ല്, എനിക്ക് കുറച്ചധികം ജോലിയുണ്ട്. മതിയാക്കും നിന്റെ ജോലി. ഇതെല്ലാം അഴിച്ചു മാറ്റപ്പെട്ടത്. അമ്മേ, അമ്മ പ്ലീസ്. അമ്മ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. റെസ്റ്റ് എടുക്കാനോ? അവളെ പുറത്താക്കിയിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. അവളുടെ ഒരു അലങ്കാരം. അമ്മ പ്ലീസ്. വന്ന് കേറിയപ്പോ തന്നെ അമ്മ അവരുടെ സന്തോഷം ഇല്ലാതാക്കിയില്ലേ? ഇന്നത്തേക്ക് മതി അമ്മേ. കയ്യിന്ന് വേടി അങ്ങോട്ട് വിടടി. ഇല്ല, ഞാൻ വിടില്ല. അമ്മേ, ഞാൻ കാല് പിടിക്കാം. ഇന്നത്തെ ദിവസം അവരൊന്ന് സന്തോഷിക്കട്ടെ അമ്മേ. ഇല്ലടി, ഇനി സന്തോഷിക്കില്ല അവള്. മറ്റുള്ളവരുടെ കണ്ണീര് കാണുന്നത് അമ്മയ്ക്കിപ്പോ ഒരു ഹരമായി കഴിഞ്ഞല്ലേ? അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും സാഡിസ്റ്റ് ആകാൻ കഴിയുന്നത്? നീ എന്താടി പറഞ്ഞേ? ഞാൻ സാഡിസ്റ്റ് ആണെന്നോ?
എന്നെ തല്ലിക്കോ, എനിക്ക് ഒരു പരാതിയുമില്ല, ആർക്കും ഉണ്ടാവില്ല. കാരണം ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എന്റെ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് ഈ അടി വാങ്ങാനല്ലേ? എന്റെ ഭാര്യ എന്തിനെ തല്ലിന്ന് ചോദിച്ചുകൊണ്ട് വരാൻ ഒരാളില്ലാത്ത രീതിയിൽ എന്നെ സ്നേഹിക്കല്ലേ എന്റെ അമ്മ? നിർത്തി. നീ ചെയ്ത തെറ്റിന്റെ ഫലമാ നിന്റെ ഈ അവസ്ഥ. അതേ രീതിയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പെണ്ണിനെയും കൊണ്ട് നിന്റെ അനിയൻ വന്നപ്പോ നീ എന്നോട് പ്രതികാരം ചെയ്യല്ലേ? എനിക്ക് എന്റെ അമ്മയോട് ഒരു വൈരാഗ്യമില്ല. പ്രതികാരം പോയിട്ട് പ്രതികരണം പോലും ഇല്ല. പക്ഷെ നന്ദന്റെ ഭാര്യ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്ത അമ്മയാണെന്നൊന്നും എന്റെ അനിയൻ നോക്കില്ല. എട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കെൽപ്പുള്ളവനാ നന്ദൻ. ദേവിക അമ്മയ്ക്ക് നേരെ തിരിഞ്ഞ ഈ വീട്ടിൽ ആരും അമ്മയെ സപ്പോർട്ട് ചെയ്യില്ല. ആരും കിട്ടു പോവും. അമ്മ പൊയ്ക്കോ. എന്നെ കൊന്നിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യോ അമ്മ? ഓ, അപ്പൊ കരുതിക്കുട്ടി തന്നെ എല്ലാവരും. എന്നാ അതൊന്നും അറിയണം. നോക്കാം നമുക്ക്. നീ അലങ്കരിക്കേ, മണിയറ ഒരുക്കടി. നാട്ടിലെ വിശേഷങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണല്ലേ? അവസ്ഥ കുറച്ച് മോശമാണ്. പരിഹാരം മനസ്സിലുണ്ടാവുമല്ലോ അല്ലേ? നാട്ടിലെ കാര്യം വിട്. MLA കുടുംബം ടോട്ടലി അലങ്കോലപ്പെട്ട് കിടക്കുക. അതാദ്യം നേരെയാക്കണ്ടേ? വീട് നന്നാക്കാൻ പറ്റാത്ത ആള് എങ്ങനെയാ നാട് നന്നാക്കാൻ പോകുന്നത്? ഞാൻ സിദ്ധുവിനോട് എപ്പോഴെങ്കിലും നീതികേട് കാണിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ സിദ്ധുവിനെ അപമാനിച്ചിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ? എന്റെ ഭർത്താവ് എന്നെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു. സിദ്ധുവിനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഭർത്താവായിട്ട് കിട്ടിയതിൽ ഞാൻ എല്ലാ ദൈവങ്ങളോടും നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും സാധിച്ചു തന്ന ഒരാളാ എന്റെ ഭർത്താവ്. സമ്മതിക്കുന്നു. പക്ഷെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തത്തിൽ എന്നെ നിങ്ങൾ കൈവിട്ട് കളഞ്ഞു. ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴുള്ള അവസ്ഥയിലാണ് ഞാനെന്നറിഞ്ഞിട്ടും സിദ്ധു എന്നെക്കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല. എല്ലാവരും ചേർന്ന് നന്ദന്റെയും ദേവിയുടെയും വിവാഹം അങ്ങ് ആഘോഷിക്കല്ലേ? ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോ? എന്റെ കണ്ണീരിൽ ചവിട്ടി നിന്ന ഇവിടെ ഈ ആഘോഷം നടക്കുന്നേ. അവനെ അവളെ ന്യായീകരിക്കാൻ നോക്കുകയായിരിക്കും. എനിക്കത് കേൾക്കണ്ട. സാധാരണ എല്ലാവരോടും അച്ഛനെ കണ്ടു പഠിക്കാൻ പറയും. ഞാൻ സിദ്ധുവിനോട് പറയുന്നത് മോനെ കണ്ടുപഠിക്കാനാ. ഒരു ഗതിയുമില്ലാത്ത അപരാധിയാണെങ്കിലും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ മോന് ഉറച്ചു നിൽക്കുന്നത് കണ്ടോ? അവൾക്ക് വേണ്ടി അവൻ എന്നോട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടോ? കണ്ടു പഠിക്ക് സിദ്ധു. ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയായിരിക്കണമെന്ന് മോനെ കണ്ടു പഠിക്ക്. ഇവിടെ ഇപ്പോ പ്രഭാവതിക്ക് ഒരു ശത്രുവിന്റെ വേഷമാ. നല്ല ഭാര്യയല്ല, അമ്മയല്ല.
ഞാൻ ആരുമല്ല. ചന്ദ്രൊത്ത് ആരുമല്ല ഞാനിപ്പോ. എന്തായാലും ഇന്നവന്റെ വിവാഹരാത്രിയല്ലേ, സന്തോഷിക്കട്ടെ. അവൻ മാത്രമല്ല, സിദ്ധുവും രജനിയും എല്ലാവരും സന്തോഷിച്ചോളൂ. പക്ഷെ സന്തോഷിക്കുമ്പോ ഒരു കാര്യം മറന്നു പോണ്ട. മുറിവേറ്റ മനസ്സുമായിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം അതാരും മറക്കണ്ട. ഹലോ മേഡം. എന്തായി തന്റെ തീരുമാനം? ഞാൻ ആവശ്യപ്പെട്ട കാര്യം നടക്കുമോ? മേഡം ഞാൻ യെസ് ഓർ നോ? യെസ്. ഗുഡ്. മേഡം, ഇതൊക്കെ പുറത്തായാൽ എനിക്ക് വലിയ കുഴപ്പമാണ് ഉണ്ടാവാൻ പോകുന്നു. അമ്പലത്തിലെ ജോലിയൊക്കെ പോയെന്ന് വരും. അങ്ങനെ സംഭവിച്ചാൽ അവിടെ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളത്തിൽ തന്നെ എന്റെ കമ്പനിയിൽ ഞാൻ നിയമിക്കും. അതെനിക്കറിയാം. അന്ന് അവരുടെ കല്യാണം നടന്ന ദിവസം താൻ സിദ്ധുവിനെ വിളിച്ചറിയിക്കുന്നതിന് പകരം എന്നെയാണ് വിളിച്ചറിയിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ പുകച്ചിൽ ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാം അന്ന് തന്നെ അവസാനിപ്പിച്ചേനെ.